പ്രൈസ് ലോർഡ് ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, എല്ലാവർക്കും വീണ്ടും സ്റ്റാർട്ട് ദ ഡേ വിത്ത് ജീസസ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡായിട്ട് കാണാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാവിലെ സമയം നിങ്ങളെല്ലാവരും എഴുന്നേറ്റിരിക്കുവാണ്. നമ്മൾ സ്കൂളിൽ പോകാൻ റെഡിയാവുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ പോവാണ് അല്ലേ? എല്ലാവർക്കും സന്തോഷമാണോ? പ്രത്യേകിച്ച് ചിലർക്കൊക്കെ ഇന്നലെ അവധിയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റിരിക്കുവാണ് സ്കൂളിലേക്ക് പോകാനായിട്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ പോകുന്ന യാത്രയുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളതിനെല്ലാം റെഡിയാണോ? അപ്പോൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്റ്റാർട്ട് ദ ഡേ വിത്ത് ജീസസ് എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തോടൊപ്പം ആരംഭിക്കാം. നിങ്ങളിന്ന് ഉറക്കം എഴുന്നേറ്റ സമയത്ത് എത്ര പേര് പ്രാർത്ഥിച്ചവരുണ്ട്? ഒന്ന് കൈയുയർത്തിക്കേ. രാവിലെ ഇന്ന് ഉറക്കം എഴുന്നേറ്റിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം അല്ലേ? ദൈവവുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു അടുപ്പം ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു ക്വയറ്റ് ടൈം നമുക്കെല്ലാവർക്കും ഒരു ഡയറി ക്രമീകരിക്കണം. അതിനകത്ത് നമ്മൾ വചനം എഴുതി വെക്കണമെന്നെല്ലാം നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ? ഇന്ന് നമ്മൾ ഈ രാവിലെ സമയം നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം നമ്മൾ ദൈവത്തിൻ്റെ 2-3 വചനങ്ങളും 2-3 കാര്യങ്ങളും ഒന്ന് കേട്ട് ഒരു കുഞ്ഞ് വചനം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, 23 സങ്കീർത്തനം നമുക്ക് ചില കുട്ടികൾക്കൊക്കെ അറിയാമെന്നുള്ളത്, ചില കൂട്ടുകാർക്കൊക്കെ അതറിയാം. ആ ഒരു സങ്കീർത്തനം 23 സങ്കീർത്തനം 1-ാം വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കതറിയാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ സങ്കീർത്തനത്തിലെ വേദഭാഗം, ഈ വാക്യം പലർക്കും അറിയാം. അറിയാത്തവർ ഇന്ന് നമ്മൾ ഒന്ന് പഠിക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല അല്ലേ? പഠനമല്ലോ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. യഹോവ ആരാണ്? യഹോവ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ. വേദപുസ്തകം, ബൈബിൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് ബൈബിൾ. ഈ ബൈബിളിനകത്ത് 1-ാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം. ഉൽപ്പത്തി വേദപുസ്തകത്തിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലേ? ഉൽപ്പത്തിയുണ്ട്, പുറപ്പാടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ സങ്കീർത്തനം അതിനകത്തുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതുപോലെ ആദ്യത്തെ പുസ്തകമാണ് ഏതാണ്? ഉൽപ്പത്തി. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, 1-ാമത്തെ പുസ്തകം, വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകം ഏതാണ്? ഉൽപ്പത്തി. യെസ്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യം എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ മുൻപേ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യം എല്ലാത്തിനും മുമ്പേ ഉണ്ടായിരുന്ന ഒരാളാണ് ആരാ? നമ്മുടെ ദൈവം അല്ലേ? എല്ലാത്തിനും മുൻപേ ഉണ്ടായിരുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ അല്ലേ? സകലവും സൃഷ്ടിച്ച ദൈവം, സകലവും ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ. ആ യഹോവയാണ് എൻ്റെ ഇടയൻ എന്നിവിടെ പറയുന്നത്. ദാവീദ് പറയുവാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് എഴുതിയ ഒരു പാട്ടാണ് ഈ ഒരു നമ്മളിന്ന് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തനം, നല്ല കീർത്തനം, നല്ലൊരു പാട്ടാണ് ദാവീദ് എഴുതിയത്. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ യഹോവയായ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ് പറയുന്നത്. സ്വർഗങ്ങളെയും ഭൂമിയും ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. മലയാളം ബൈബിളിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്തൊരു കാര്യമാണ്. അന്ന് ഒന്നുമില്ല, ഭൂമി പാഴായിട്ടും ശൂന്യമായിട്ടൊന്നും ഒന്നുമില്ല ഈ ഭൂമിയിൽ. അപ്പോൾ ആ സമയത്ത് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെളിച്ചമുണ്ടായി. അതുപോലെ ഭൂമിയിൽ നിന്നും നല്ല മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ എന്തുണ്ടായി? ചെടികളും മരങ്ങളും ഒക്കെ മുളച്ചു വന്നു അല്ലേ? അതുപോലെ തന്നെ കടലിനകത്ത് അല്ലെങ്കിൽ ജലമുണ്ടാക്കി, കടലുണ്ടാക്കി, അതിനുശേഷം അതിനകത്ത് സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മത്സ്യങ്ങളുണ്ടായി. അപ്പോൾ എല്ലാത്തിനെയും സൃഷ്ടിച്ച യഹോവയായ ദൈവം, ആ ദൈവം
ദാവീദ് ഈ ഒരു പാട്ടിലൂടെ പറയുവാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ശരിയല്ലേ? അപ്പം നമുക്കൊരു കൂട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ടുണ്ട്, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഈ യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് അടുത്ത് പറയുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇടയൻ ആരാണ്? ഇടയൻ ആടുകളെ മേയ്ക്കുന്ന ആളാണ് ഇടയൻ. ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരാട് കാണും, രണ്ടാട് കാണും, ഇന്ന് കൂടുതലുള്ള ആടുകളുള്ള വീടുകളുമുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴും ഉണ്ട്, പണ്ട് കാലങ്ങളിൽ വലിയൊരു കൂട്ടം, 100 ആടുകൾ, 200 ആടുകൾ, അതില്ലെങ്കിൽ 500 ആടുകൾ, ഇങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടങ്ങളായിട്ടാണ് ആടുകളെ വളർത്തിയിരുന്നത് പല സ്ഥലങ്ങളിലും. ആ വളർത്തുമ്പോൾ ആടുകളെ വെറുതെ വളർത്തിയാൽ പോരാ, ആടുകളെ അവരെ ആഹാരം കഴിക്കുവാനായി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം. അവർക്ക് പച്ചിലകൾ അല്ലെങ്കിൽ അവർക്ക് ഇലകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് ആഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എവിടെയാണോ അവരെ കൊണ്ടുവന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി, അവരുടെ മേൽച്ചിൽപ്പുറം എന്ന് പറയും, അവർ മേഞ്ഞ് നടക്കാനായിട്ട് മേൽച്ചിൽപ്പുറം, ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവർ പോകുന്നത്, അവരെ തിരിച്ചെവിടേക്ക് കൊണ്ടുവരണം? ആടുകൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ ആല എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആടിൻ്റെ കൂട്, അല്ലേ, ആടിൻ്റെ കൂട് എന്നൊക്കെ പല പല പേരുകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആടിൻ്റെ ആ കൂട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട്, അല്ലേ? ആ ആടുകളെ നയിക്കുന്ന ഒരു ലീഡറുണ്ട്. അത് ആടുകളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല, അതൊരു മനുഷ്യനായിരിക്കും. ആ മനുഷ്യനെ പറയുന്ന പേരാണ് ഇടയൻ. ഈ ഇടയൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ വടിയുടെ ഒരു ഭാഗം കൂർത്തിരിക്കും, വടി പോലെ ഇരിക്കും, മറുഭാഗം വളഞ്ഞിരിക്കും. ഈ ഇടയൻ എന്തിനാണ് ഇടയൻ്റെ കയ്യിൽ ഈ ഒരു വടിയുള്ളത്? ഈ വടി എന്തിനാന്ന് വെച്ചാൽ, ആടുകളിങ്ങനെ അവരിങ്ങനെ മുമ്പിലോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ അല്പം ഉയർന്നായിരിക്കും നിൽക്കുന്നത്. ആ ഉയർന്നു നിൽക്കുന്ന ഈ മരത്തിൻ്റെ ചില്ലകൾ ആടുകൾക്ക് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് താഴ്ന്നു വന്നാലല്ലേ പറ്റത്തുള്ളൂ. ആടുകൾക്ക് ചാടി മരത്തിലൊന്നും കയറി അത് കഴിക്കാനുള്ള കഴിവുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇടയൻ എന്ത് ചെയ്യും? ഇടയൻ തൻ്റെ കയ്യിലുള്ള ഈ വടിയുടെ ഈ വളഞ്ഞ ഭാഗം ഉപയോഗിച്ച് ആ മരത്തിൻ്റെ ആ ഒരു ചില്ലയിലേക്ക് ആ വടി ഉപയോഗിച്ച് ഇങ്ങനെ ഇടുകയും എന്നിട്ട് അതിനെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയും ചെയ്യും, അല്ലേ? ആ താഴ്ത്തി കൊടുക്കുമ്പോൾ അത് ആടുകൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതാണ് ഇടയൻ്റെ കയ്യിലുള്ള വടി. അതുപോലെ തന്നെ ഏതെങ്കിലും ആടുകൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ, അങ്ങോട്ട് വഴി നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, ഈ ഇടയനൊരു കാര്യം ചെയ്യും, ഈ വളഞ്ഞ ഭാഗം ഉപയോഗിച്ച് ഈ ആടിൻ്റെ കഴുത്തിലൂടെ എത്തിയതിന് ശേഷം അതിനെ തിരിച്ച് ശരിയായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വഴിതെറ്റിപ്പോകുന്ന ആടുകളെ ശരിയായിട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇനി ഈ ഇടയൻ്റെ ഈ കയ്യിലുള്ള വടിയുടെ മറ്റേ ഭാഗം വടിയാണ്, കൂർത്തൊരു ഭാഗമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ ആടുകളെ ആക്രമിക്കാനായിട്ട് ചിലപ്പോൾ ചെന്നായ്ക്കൾ വരാറുണ്ട്, മറ്റ് വന്യമൃഗങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് ഈ ഇടയൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ കൂർത്ത ഭാഗം ഉപയോഗിച്ച് അതിനെല്ലാം അടിച്ചോടിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ആടുകൾ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല, അനുസരണ കാണിക്കുന്നില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കഴുത്തിലൂടെ ആ വടി ഇങ്ങനെ വളഞ്ഞ വടി ഇട്ടിട്ട് അതിനെ തിരിച്ചേക്ക് കൊണ്ടുവരും. എങ്കിൽ വീണ്ടും അത് അനുസരണക്കേട് കാണിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇടയന് ഈ വടി കൊണ്ട് ഒരു തല്ല് കൊടുക്കും, അല്ലേ? നമുക്കും വീട്ടിൽ തല്ല് കിട്ടാറില്ലേ? നമ്മുടെ അധ്യാപകരിൽ നിന്ന് കിട്ടാറുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൂടുതൽ നമുക്ക് തല്ല് കിട്ടാറുണ്ട്. അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മുടെ പപ്പയോ നമ്മുടെ മമ്മയോ ഒക്കെ നമുക്ക് എന്ത് തരാറുണ്ട്? തല്ല് തരാറുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ നമ്മളെ തല്ലുന്നത്? നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളെ അവർക്ക് അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടാണ്, അല്ലേ? അവർക്ക് ഇത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. കാരണം എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, നല്ല രീതിയിൽ അനുസരണയുള്ള അച്ചടക്കമുള്ള മക്കളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെറിയ ചെറിയ വഴക്കുകളും ചെറിയ ചെറിയ ശിക്ഷയും ചെറിയ ചെറിയ തല്ലുകളും ഒക്കെ തന്ന് നമ്മളെ വഴി നടത്തുന്നത്, അല്ലേ? അതുപോലെ ഇവിടെ ദാവീദ് പറയുവാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ ഇടയൻ അറിയാം ആടുകൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത്. അതുപോലെ ഈ യഹോവ, ഈ ദൈവം, സകലത്തെ സൃഷ്ടിച്ച ഈ ദൈവം, നന്നായിട്ട് നയിക്കുവാൻ അറിയാവുന്ന ദൈവം, അല്ലെങ്കിൽ ആടുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ കൊടുക്കുവാൻ കഴിവുള്ള ഒരു ഇടയനെ പോലെയുള്ളൊരു ദൈവം, ആ ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ, ആ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ, അടുത്ത പറയുന്നത് എന്തുവാ? നമുക്ക് ഒന്നിനും കുറവില്ല. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കല്ലേ, നമുക്ക് കൈമുട്ട് കാൽമുട്ടൊക്കെ ഉണ്ട്, അതുപോലെ മുട്ടുണ്ടാകുകയില്ല, ആ മുട്ടാണെന്ന് ചിന്തിക്കല്ലേ. മുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, അത് അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ, നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല
എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവുകയില്ല. അപ്പോൾ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാകില്ല, മുട്ടുണ്ടാകില്ല. ഒന്നിനും നമുക്ക് മുട്ടില്ലാതെ ദൈവം നമ്മളെ നടത്തും, അല്ലേ? അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഈ ഒരു വാക്യമാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. ഈ വാക്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം, അല്ലേ? നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആരോട് ചോദിക്കണം? ഈ ഇടയനായ യഹോവയോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ദൈവം നിങ്ങൾക്കത് നടത്തി തരിക തന്നെ ചെയ്യും, അല്ലേ? നമ്മൾ കുഞ്ഞുമക്കളാണല്ലോ, ദൈവത്തിന് നിങ്ങളുടെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ, അല്ലേ? അപ്പോൾ ദൈവത്തിന് കുഞ്ഞു മക്കളായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, അല്ലേ? നിങ്ങളുടെ പപ്പായ്ക്കും നിങ്ങളുടെ മമ്മയ്ക്കും ഒക്കെ നിങ്ങളെ ഒത്തിരി ഇഷ്ടമുള്ളതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോവുകയാണ്, നമ്മൾ പോകുന്ന യാത്രയുണ്ട്, നമ്മൾ പോയി ചെന്നിടത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, എഴുതേണ്ട കാര്യങ്ങളുണ്ട്, അല്ലേ? അതിന് എന്തിനാണോ നമുക്ക് ആവശ്യമുള്ളത്, എന്താവശ്യമാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ലായിരിക്കാം, ചിലപ്പോൾ പഠിച്ചൊക്കെ മറന്നു പോകുമായിരിക്കും. ഒന്നിനും നിങ്ങൾ ടെൻഷനാകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ യഹോവയായ ദൈവത്തോട്, ഈ ഇടയനായ ദൈവത്തോട് പറഞ്ഞാൽ മതി. ദൈവം നിങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ നിങ്ങളെ നടത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാക്യം നമുക്കൊരു പാട്ടായിട്ട് ഒന്ന് പഠിച്ചാലോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതിനെ ഞാനൊരു ചെറിയൊരു പാട്ടിൻ്റെ രൂപത്തിൽ ഞാനൊന്ന് ട്യൂൺ ചെയ്തു. നമുക്ക് അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഒരുമിച്ചൊന്ന് പാടാൻ ശ്രമിക്കാമോ? എന്നോടൊപ്പം ഒന്ന് പാടാൻ ശ്രമിക്കാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പഠിച്ചില്ല എല്ലാവരും? ഓക്കെ, ഇനി ഒരുമിച്ച് പാടാൻ ശ്രമിക്കാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ചേർത്ത് പാടിക്കേ. യഹോവ എൻ്റെ എനിക്ക് ആകയില്ല. പാടാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഓക്കെ, എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നമുക്കൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ, യഹോവയായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ വചനം അല്പസമയം ധ്യാനിക്കുവാൻ ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് നന്ദി അപ്പ. ദൈവമേ, സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും രാവിലെ എഴുന്നേറ്റ് അങ്ങയ്ക്ക് നന്ദി പറയുവാനും ഈ ഒരു അവസരം ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. പിതാവ് ദൈവമേ, യഹോവയായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവേ ദൈവമേ, കഴിഞ്ഞ ദിവസം അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ അങ്ങ് കാവൽ ചെയ്തുവല്ലോ, അതിനായി സ്തോത്രം. ഞങ്ങളെ അല്പസമയം കർത്താവേ അങ്ങയുടെ വചനം ധ്യാനിച്ചു. അങ്ങ് ഞങ്ങളുടെ ഇടയനാണെങ്കിൽ, യഹോവ ഞങ്ങളുടെ ഇടയനാണെങ്കിൽ ഞങ്ങൾക്കൊന്നിനും കുറവ് വരികയില്ല.
പ്രത്യേകിച്ച് ഈ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുകയാണ് പിതാവേ. അവരുടെ ഓരോ കാര്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ കർത്താവേ. അവരുടെ യാത്രകളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. അപകടങ്ങളോ ആപത്തുകളോ വരുത്താതെ വണ്ണം കർത്താവെ അങ്ങയുടെ സംരക്ഷണത്തിൽ അവരെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. സന്തോഷത്തോടെ അവർ സ്കൂളിൽ ചെന്നെത്തുവാനും ദൈവമേ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ, ഓരോ അധ്യാപകരും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടെ ദൈവമേ അത് പഠിച്ചെടുക്കുവാൻ അതിനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർ നന്നായിട്ട് പഠിച്ച് നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ അവരുടെ സ്കൂളിലും അവരുടെ ക്ലാസ് റൂമിൽ അവരുടെ യാത്രകളിൽ എല്ലാം അവർ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്കൂളിലെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് ചെയ്ത് അവരുടെ കൂട്ടുകാരുമെല്ലാം ഒത്ത് സന്തോഷിക്കുവാനും സമാധാനത്തോടെ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ കർത്താവെ അവരുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുവാൻ ദൈവമേ മാതാപിതാക്കൾക്ക് ശോഭയുള്ളൊരു കിരീടമായി ദൈവമേ മാതാപിതാക്കൾക്ക് എന്നും അഭിമാനിക്കുവാൻ കഴിയുന്ന തരത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ ഓർമ്മശക്തി ഇല്ല, വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിന്തിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും എല്ലാം അങ്ങ് തുറന്നു കൊടുക്കണമേ, അധികമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ യഹോവ ഞങ്ങളുടെ ഇടയനാണെങ്കിൽ ഞങ്ങൾക്കൊന്നിനും കുറവ് വരികയില്ല. അങ്ങനെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഇടയനായിട്ടിരിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ഇന്നത്തെ ഓരോ കാര്യങ്ങളും കൂടിയിരിക്കണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെയും കൂടിയിരിക്കണമേ. അവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും ദീർഘായുസ്സും ശക്തിയും ഒക്കെ നൽകണമേ. ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയാതെ ദൈവമേ രോഗികളായിട്ടും പ്രയാസത്തിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങളെയൊക്കെ അങ്ങ് സൗഖ്യമാക്കണമേ. എത്രയും പെട്ടെന്ന് അവർക്ക് സൗഖ്യം പ്രാപിച്ച് സ്കൂളിലേക്ക് പോകുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി അങ്ങ് മാറ്റണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു. പാടാമോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അതേ കൂട്ടുകാരെ, യഹോവ നമ്മുടെ ഇടയനാകണമെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാകില്ല. ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം.